നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം ആ ശ്ലോകം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്നത്തെ 10ാമത്തെ ശ്ലോകമാണ്. ഇപ്രകാരമാണ് അത് പറയുന്നത്. വയസി ഗതേഖ കാമവികാരഃ ശുഷ്കേ നീരേ കാസാരഃ ക്ഷീണേ വിത്തേ ക പരിവാരഃ ജ്ഞാതേ തത്വേ കഹ സംസാരഃ. ഇപ്രകാരമാണ്, ലളിതമാണ്. ആചാര്യസ്വാമികൾ പറഞ്ഞത്, പ്രായമായി കഴിഞ്ഞാൽ കാമവികാരം എവിടെയാണ്? കാമവികാരത്തിന് സ്ഥാനമില്ലല്ലോ. വെള്ളം വറ്റിപ്പോയാൽ കുളം എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ. ധനം ശോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിവാരങ്ങൾ, നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന, നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമില്ലല്ലോ. കഹ പരിവാരഹ, അവരെവിടെ? നമ്മുടെ കുടുംബം എവിടെ? പരിവാരങ്ങൾ എവിടെ? ഇങ്ങനെ 3 ഉപമ പറഞ്ഞതിന് ശേഷം പറയാണ്, അതുപോലെ ജ്ഞാതേ തത്വേ കഹ സംസാരഃ, പരമതത്വം അറിഞ്ഞാൽ പിന്നെ സംസാര ദുഃഖം എവിടെ? ഇതിലാണ് രഹസ്യം ഇരിക്കുന്നത്. ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമ്മൾ ജ്ഞാതേ തത്വേ കഹ സംസാരഃ, തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ സംസാരം എവിടെ? അതാണ് ശരി. തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരമില്ല. എന്താണ് സംസാരം? സംസാരത്തിന് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ തത്വം അറിഞ്ഞാൽ പിന്നെ സംസാരമില്ല എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞത്. എന്താണ് സംസാരത്തിന്റെ പ്രശ്നം? പ്രശ്നം അറിഞ്ഞാലേ നമുക്ക് അതിന്റെ പരിഹാരത്തിന് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഒരു പ്രശ്നവും ഇല്ലാത്തിടത്ത് നമ്മൾ പരിഹാരം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ചേഞ്ച്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംസാരം എന്ന് പറഞ്ഞാൽ മാറ്റത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, മാറ്റത്തോടുള്ള വിപ്രതിപത്തി, മാറ്റത്തെ പ്രതിരോധിക്കാനുള്ള വാസന. ഇതാണ് പ്രധാനമായിട്ട് സംസാരമെന്ന് നമുക്ക് പറയാവുന്നത്. ഒരു തെറ്റിദ്ധാരണയാണത് സംസാരം എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഒരിക്കലും പറയരുത് ഈ ലോകം ആണ് സംസാരം. ഞാനാണ് സംസാരം. എന്തുകൊണ്ട് ഞാനാണ് സംസാരം? എനിക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ലോകം. ഈ ലോകത്തെ നമ്മൾ കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇപ്പം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ അപ്പോൾ ബുദ്ധിമുട്ടിക്കില്ല. അതാണ് ജീവൻ മുക്തി. അതിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് ചില അടിസ്ഥാനപരമായി തെറ്റിയ ചില ധാരണകളുണ്ട്. അത് നമ്മുടെ കുറ്റമല്ല, ഈ കളിയുടെ നിയമമാണത്. അത് മനസ്സിലാക്കണം. നമ്മുടെ ആരുടെയും കുറ്റമല്ല. നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായത് നമ്മളുടെ കുറ്റമല്ല. പകരം ഇത് അങ്ങനെയാണ്, ഈ കളി നടക്കാൻ വേണ്ടി. രാമകൃഷ്ണദേവൻ പറയും, കാളി എല്ലാവരുടെയും കണ്ണ് കെട്ടിയിരിക്കുന്നു. നമ്മുടെ ആരുടെയും കുറ്റമല്ല. കണ്ണ് കെട്ടി നമ്മളെ കളിക്കാൻ വിട്ടിരിക്കുകയാണ് കാളി. എന്നിട്ട് രാമകൃഷ്ണദേവൻ പറയും, എല്ലാവരും അങ്ങ് കണ്ണിലെ കെട്ടൊക്കെ അഴിച്ചാൽ പിന്നെ കാളിക്ക് സങ്കടം വരും, ദേഷ്യവും വരുമെന്ന്. കാര്യം അവള് കളിക്കാൻ വിട്ട പിള്ളേര് പെട്ടെന്ന് തന്നെ കണ്ണിലെ കെട്ടൊക്കെ അഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ? അമ്മ അങ്ങനെയല്ല ഉദ്ദേശിച്ചേക്കണേ. നമ്മൾ കുറച്ച് കളിക്കണം ഇവിടെ കിടന്ന്. കളിച്ച് 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 അതിൽ ഒരാള് ഇത് കണ്ണിലെ കെട്ടഴിക്കണം. അങ്ങനെ കണ്ണിലെ കെട്ടഴിക്കുമ്പോ, തനിക്ക് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കി കണ്ണിലെ കെട്ടഴിച്ച് കഴിയുമ്പോ അമ്മ ആർത്ത് കൈകൊട്ടി ചിരിക്കും. ഒരാൾ രക്ഷപ്പെട്ടു, ഒരാൾ രക്ഷപ്പെട്ടു, ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അമ്മ ഉണ്ടാക്കിയ ട്രാപ്പാ. എന്നിട്ട് അതിൽ നിന്ന് പിള്ളേര് പുറത്തു കിടക്കുമ്പോ അമ്മ കൈകൊട്ടി ചിരിക്കും. അമ്മയ്ക്ക് ഈ കളി ഇഷ്ടം. അതാണ് പ്രകൃതി. അപ്പോ സംസാരം എന്ന് പറയുന്നത് നമ്മളുടെ തെറ്റൊന്നുമല്ല, നമ്മളുടെ കുറ്റമല്ല, നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന സ്ഥലവുമല്ല. പക്ഷേ നമ്മൾക്കുണ്ടാകുന്ന ചില അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണകളുടെ ഫലമാണ് നമ്മൾ ഇവിടെ പെട്ട് ദുഃഖിക്കുന്നത്, വേദന അനുഭവിക്കുന്നത്. അപ്പൊ അതില്ലാതെ എങ്ങനെ ഈ സംസാരം അവിടെ തന്നെ, ഈ ലോകാനുഭവം അങ്ങനെ തന്നെ നിൽക്കും? നമ്മളാണ് മാറാൻ പോകുന്നത്. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ നമ്മളാണ് മാറാൻ പോകുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാണ് മാറാൻ പോകുന്നത്. ഈ ലോകത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ. പതിവ് പോലെ നേരം പുലരും, പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും, അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും.
അവയോടൊക്കെ നമ്മൾ പ്രതികരിക്കുന്നുണ്ടാവും. അതിനെ തുടർന്ന് അടുത്ത സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ സംഭവങ്ങളുടെ ഒരു ജാലിക ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കും. എല്ലാം പഴയതുപോലെ തുടരും. നമ്മൾക്ക് മാത്രമായിരിക്കും അത് മാറുന്നത്. നമ്മൾക്ക് അതിനോടുള്ള കാഴ്ചപ്പാടാണ് മാറുന്നത്. സംസാരം എന്നത് കൊണ്ട്. സംസാരം അടിസ്ഥാനപരമായിട്ട് തെറ്റിദ്ധാരണയാണ്. 2 തെറ്റിദ്ധാരണകളാണെന്നാണ് പറയുന്നത്. ഈ സംസാരത്തിന്റെ മൂലകാരണം തേടി പോയിട്ടുണ്ട്. കർമ്മമാണ് ഇതിന്റെ ആദ്യം കണ്ടെത്തിയത്. കർമ്മം കൊണ്ടാണ് സംസാരം ഉണ്ടാകുന്നത്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം നമ്മളെ ബന്ധിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മളെ ബന്ധിക്കുന്നു. അത് വീണ്ടും വീണ്ടും ഇവിടെ ജീവിക്കാനായിട്ട് ഒരു കെട്ടുപാടുകൾ ഇവിടെ ഉണ്ടാക്കുന്നു. പക്ഷെ അതിനേക്കാൾ അഗാധമായിട്ട് അന്വേഷിച്ചു പോയി ഋഷികള്. അപ്പൊ മനസ്സിലായി, കർമ്മമല്ല, കർമ്മത്തിന് കാരണം കാമമാണ്, ആഗ്രഹമാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആശയാണ് നിരാശയ്ക്ക് കാരണം എന്നൊക്കെയുള്ള ബുദ്ധവചനങ്ങളൊക്കെ വരുന്നത്. പിന്നെയും അവിടുന്നും താഴേക്ക് പോയി വേദാന്തം. ഇനി ഒട്ടും പുറകോട്ട് പോകാൻ പറ്റാത്തത്രയും വേദാന്തം താഴോട്ട് പോയിട്ട് വേദാന്തം പറഞ്ഞു, കാമവുമല്ല പ്രശ്നം, കാമവുമല്ല കർമ്മവുമല്ല. പിന്നെയോ കാമവും ആവശ്യമാണ്, കർമ്മവും ആവശ്യമാണ്. പിന്നെ എവിടെയാണ് പ്രശ്നം ഉണ്ടായത്? അവിദ്യ, ഇഗ്നറൻസ്, അറിവില്ലായ്മ. ശരിക്കും അവിദ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അറിവില്ലായ്മയല്ല. പൂർണ്ണമായ അറിവില്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഒന്നും അറിയുന്നില്ലല്ലോ. പൂർണ്ണമായും നമ്മൾ നിഷ്കളങ്കവും നിർമ്മലവുമായിട്ടിരിക്കാൻ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ അർത്ഥജ്ഞാനവും തെറ്റിദ്ധരിപ്പിക്കുന്ന ജ്ഞാനവുമാണ് നമുക്കുള്ളത്. എല്ലാത്തിനെ കുറിച്ചും. ഇത് ആത്മീയമാണെന്ന് മാത്രം വിചാരിക്കരുത്, ആത്മീയർക്ക് മാത്രം മതി എന്ന് വിചാരിക്കരുത്. ഈ ലോകത്തെക്കുറിച്ച് മൊത്തത്തിൽ നമ്മുടെ ധാരണ തെറ്റിയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ ആത്മീയത മനസ്സിലാക്കിയാൽ ആത്മീയതയും ഭൗതികതയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ആത്മീയത ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഡേ ടു ഡേ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് ആത്മീയത. അതല്ലാതെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കുള്ള ഒരു ഊന്നുവടിയല്ല ആത്മീയത. എല്ലാ ഊന്നുവടികളും മാറ്റി നിർത്തിയ നമ്മുടെ അവസ്ഥയാണ് ആത്മീയത. അപ്പോ അവിദ്യ, അജ്ഞാനമാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇതിന്റെ പുറകിലേക്ക് പോകാൻ പറ്റില്ല. കർമ്മത്തിന് പുറകിൽ കാമമുണ്ട്, കാമത്തിന് പുറകിൽ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമുണ്ട്. അജ്ഞാനത്തിന് പുറകിൽ ഒന്നുമില്ല, അത് അനാദിയായിട്ട് അവിടെ നിൽക്കുക. ഇഗ്നറൻസ്, തെറ്റിദ്ധാരണ. അതിന് പുറകിൽ വേറെ കാരണമൊന്നുമില്ല. അപ്പൊ അവിടെ മുതൽ നമ്മൾ തുടങ്ങും. കർമ്മം എന്ന് പറയുന്നത് ചിന്ത മുതൽ കർമ്മമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചിന്തിക്കുന്നത് മുതൽ കർമ്മമാണ്. ചിന്തയുടെ പുറകിൽ ആഗ്രഹമുണ്ട്, കാമമുണ്ട്. അതിന്റെയും പുറകിലാണ് ഇവിടെ എന്തിരിക്കുന്നത്? അവിദ്യ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും എടുത്തു മാറ്റാമെന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ നിരന്തരമുള്ള പരിശീലനം കൊണ്ട്, നിരന്തരമുള്ള അനുസന്ധാനം കൊണ്ട്, സാധനയിലൂടെ നമ്മൾക്ക് മാറ്റം വരും. ഇത് എളുപ്പമല്ല, പക്ഷെ ഇത് സാധ്യമാണ്. ഇതാണ് ഏറ്റവും സാധിക്കുന്ന കാര്യം. ഭക്തിയും ജ്ഞാനവും വെച്ച് മുമ്പോട്ട് പോകലാണ് ഏറ്റവും സുരക്ഷിതം, ഏറ്റവും സുസാധ്യവുമായത്. അപ്പൊ അവിദ്യയാണ് നമ്മളുടെ, തെറ്റിദ്ധാരണയാണ് നമ്മളുടെ ദുഃഖങ്ങൾക്കും കാരണം. എന്തൊക്കെയാണ് നമ്മുടെ തെറ്റിദ്ധാരണ? 2 തെറ്റിദ്ധാരണകളാണ് പ്രധാനമായിട്ട് വേദാന്തം കണ്ടെത്തിയത്. നമ്മുടെ അവിദ്യ, ഇത്രയേ ഉള്ളൂ വേദാന്തം, ഇത്രയേ ഉള്ളൂ ആത്മീയത. ഇത് വളരെ ലളിതമാണ്, മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്, സ്വാംശീകരിക്കാനാണ് ബാക്കി ബുദ്ധിമുട്ടുകൾ. എന്താണ് തെറ്റിദ്ധാരണ? ജഗത്ത് ശാശ്വതമാണെന്നുള്ള അനുഭവം, പ്രത്യക്ഷ അനുഭവം. എന്താണത്? ഈ ലോകം, നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന ഈ സംഗതി ഇല്ലേ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ലോകമില്ലേ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ബന്ധുക്കൾ, അച്ഛൻ, അമ്മ, ഇതെല്ലാം സ്ഥിരമാണ് എന്നുള്ള നമ്മുടെ ആ ഒരു അനുഭവം ഇല്ലേ? അതായത് രാവിലെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ എന്നെ കണ്ടു, വൈകുന്നേരം കണ്ണാടി നോക്കുമ്പോൾ ഞാൻ എന്നെ കണ്ടു, നാളെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഉറപ്പാണ് തെറ്റിദ്ധാരണ. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കണ്ട ഞാനല്ല ഇന്ന്. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് സെല്ലുകൾ മരിച്ചു കഴിഞ്ഞു, ഞാൻ മാറിക്കഴിഞ്ഞു. രാവിലെ നോക്കുന്ന ഞാനല്ല വൈകുന്നേരം കണ്ണാടിയിൽ കാണുന്നത്. ഇന്ന് കാണുന്ന ഞാനല്ല നാളെ കണ്ണാടിയിൽ കാണാൻ പോകുന്നത്. മറിച്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് തെറ്റിദ്ധാരണയാണ്. ഇത് ഒരു ദിവസത്തെ ഗ്യാപ്പ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ എന്റെ ഫോട്ടോ എടുക്കുക, ഇപ്പോഴത്തെ എന്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നും. 20 കൊല്ലം, 25 കൊല്ലം മുമ്പും ഇപ്പോഴുള്ള ഫോട്ടോ എടുത്തു വെച്ച് നോക്കിയാൽ വലിയ വ്യത്യാസം തോന്നും. ഞാൻ ജനിച്ചപ്പോഴുള്ള ഫോട്ടോയും, അല്ലെങ്കിൽ എനിക്ക് 1 വയസ്സുള്ളപ്പോഴുള്ള ഫോട്ടോയും ഇപ്പോഴുള്ള ഫോട്ടോയും എടുത്തു വെച്ചാൽ ഇത് ഒരാളാണോ എന്ന് പോലും ഞാൻ അത്ഭുതപ്പെടും.
ഈ അത്ഭുതം നമുക്ക് എപ്പോഴും വേണം. 10-30 വർഷം 40 വർഷത്തെ ആ ഡിഫറൻസ് നമുക്ക് കാണുമ്പോൾ അത്ഭുതം കൊണ്ട് നമ്മൾ കണ്ണു മിഴിച്ചു പോകും. അങ്ങനെ ഓരോ തവണയും നമ്മൾ അത്ഭുതപ്പെടാമെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണ കുറയും. രാവിലെ കണ്ട എന്നെ അല്ല ഞാനിപ്പോ കാണുന്നത്. ഒരാൾക്ക് ഒരു നദിയിൽ 2 പ്രാവശ്യം ഇറങ്ങാൻ സാധിക്കില്ല എന്ന് ഹീരാക്ലൈറ്റസ് പറഞ്ഞു. എന്തുകൊണ്ട്? ആദ്യം ഇറങ്ങിയ നദി അവിടെ ഇല്ല, ആ നദി ഒഴുകിപ്പോയി. പിന്നീട് അവിടെ വന്നത് പുതിയ വെള്ളമാണ്. പക്ഷെ നമുക്ക് കാണുന്നവർക്ക് അത് ഒരേ നദിയാണെന്ന് തോന്നും. ഇതാണ് തെറ്റിദ്ധാരണ. ജഗത്ത് സത്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരു പുഴ ശാശ്വതമായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ. എന്റെ വീടിന്റെ മുമ്പിൽ മൂവാറ്റുപുഴ ആറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരും, നമുക്ക് അത് ഫിക്സ് ആവും. മൂവാറ്റുപുഴ ആറെന്നൊരു ഫിക്സ് ആയിട്ടുള്ള സംഗതി ഇല്ല അവിടെ. നിരന്തരം ഒഴുകിപ്പോയി കടലിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ നൈരന്തര്യം മാത്രമാണ് അവിടെ ഉള്ളത്. ഒരു സെക്കൻഡിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും മൂവാറ്റുപുഴ ആറ് അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ആറ് അവിടെ ഉണ്ട്. ഞാൻ കുളിച്ച് കളിച്ച് വളർന്ന ആറാണത്. തെറ്റിദ്ധാരണയാണ്. ഇതാണ് തെറ്റിദ്ധാരണ. അതുപോലെ ഇത് ഒന്നാമത്തെ തെറ്റിദ്ധാരണ. രണ്ടാമത്തെ തെറ്റിദ്ധാരണ ഇത്രയേ ഉള്ളൂ, ശരീരമാണ് ഞാൻ. ഈ 2 തെറ്റിദ്ധാരണകൾ കണ്ട് അതിനെ തുടർന്നാണ് ബാക്കി എല്ലാം വരുന്നത് കേട്ടോ. ഇത് ഡോമിനോ എഫക്റ്റ് എന്ന് പറയും. ഡോമിനോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സിഗരറ്റിന് അല്ലെ ചീട്ടുകൾ അല്ലെ സിഗരറ്റിന്റെ പാക്കറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലെ ഒരറ്റത്തെ ഒരു സിഗരറ്റ് തട്ടിക്കഴിഞ്ഞാൽ, സിഗരറ്റിന്റെ പാക്കറ്റ് തട്ടിയാൽ അത് തൊട്ട് മുമ്പിലുള്ളതിനെ അതിന്റെ മുമ്പിലുള്ളതിനെയൊക്കെ ഇങ്ങനെ ക്രമമായി ബാധിക്കും. അതിങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമാണ് അല്ലെ? ഡോമിനോ എഫക്റ്റ് ആണത്. ഒരിടത്ത് തട്ടിയതേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും വന്നു. അതുപോലെയാണ് ഈ തെറ്റിദ്ധാരണ. അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയാണ് ഈ ജഗത്ത് ശാശ്വതമാണെന്നും ഞാൻ ശരീരമാണെന്നും ഉള്ള തെറ്റിദ്ധാരണ തുടങ്ങുവാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിന്റെ മുകളിലേക്കാണ് ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ, ഇതെന്റെ വീട്, ഇതെന്റെ നാട്, ഇതെന്റെ ജാതി, ഇതെന്റെ കുലം, ഇതെന്റെ ലിംഗം, ഇതെന്റെ വർണ്ണം, ഇത് ഞാൻ, ഇങ്ങനെ എനിക്ക് ഇന്ന കുറവുകളുണ്ട്, എനിക്ക് ഇന്ന അഭിമാനങ്ങളുണ്ട്. തുടർന്ന് വരുന്നതെല്ലാം മിസ്റ്റേക്കൺ ആണ്. മിസ്റ്റേക്കൺ ഐഡന്റിറ്റിയാണ് തുടർന്ന് അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇതൊക്കെ ഓഥന്റിക് ആവണമെങ്കിൽ നമ്മൾ ആദ്യത്തെ അറിവില്ലേ, നമ്മളിലേക്ക് നമ്മൾ പോലും ആഗ്രഹിക്കാതെ കടന്നു വന്ന ഈ 2 തെറ്റിദ്ധാരണകളുണ്ട്. നമ്മുടെ അറിവിന്റെ അടിത്തറ പണിത് നിൽക്കുന്ന, മൂലക്കല്ലായി നിൽക്കുന്ന ഈ 2 തെറ്റിദ്ധാരണകളെ ആദ്യം നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ അത് ഡോമിനോ എഫക്റ്റ് പോലെ പിന്നീട് വരുന്ന നമ്മുടെ എല്ലാ അറിവുകളെയും അത് ബാധിച്ച് നേരെയാക്കും. ഇതാണ് ജ്ഞാനമാർഗം പറയുന്നത്, വേറൊന്നുമല്ല. വേദാന്തം ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്കുള്ള ആ 2 തെറ്റിദ്ധാരണകൾ, അടിസ്ഥാനപരമായി നിൽക്കുന്ന കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ മുതലുള്ള നിങ്ങളുടെ കൂടെയുള്ള ആ 2 തെറ്റിദ്ധാരണകൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വയമേവ ശരിയായിക്കൊള്ളും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ചിന്തകൾക്ക് പുറകിൽ ആഗ്രഹം, ആഗ്രഹങ്ങൾക്കും പുറകിലാണ് വാസനാരൂപത്തിലുള്ള അവിദ്യ നിൽക്കുന്നത്, ആ തെറ്റിദ്ധാരണ നിൽക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് വേണം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ. അതിന് നൈരന്തര്യമാണ് ആവശ്യം. ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല, ആവർത്തനം. ബ്രൂസിലി പറഞ്ഞതുപോലെ എനിക്ക് 10,000-കണക്കിന് പഞ്ചുകളും കിക്കുകളും അറിയാവുന്ന ഒരാളെ എനിക്കൊരു ഭയമേ ഇല്ല. എനിക്ക് ഒരാളെ ഭയമുള്ളൂ, ഒരു പഞ്ച് 10,000 തവണ ആവർത്തിച്ച ഒരാളെ എനിക്ക് പേടിയാണ്. ഇതാണ് ബ്രൂസിലി പറഞ്ഞത്. ബ്രൂസിലി ഒരു വലിയ ഫിലോസഫറാണ്, വലിയൊരു ദാർശനികനാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവുള്ളൂ, അത് 10,000 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ ഭാഗമായി കഴിഞ്ഞാൽ അത് അപ്രതിരോധ്യമാണത്, അതിനെ തടയാൻ സാധിക്കുകയില്ല. അത് നിങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പൊ ഇതാണ് ആവർത്തനമാണ്, ഈ അറിവിന്റെ ആവർത്തിച്ചുള്ള അനുസന്ധാനമാണ് നമ്മളെ മോചിപ്പിക്കുന്നത്. ഒരു കഥയിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു മനോഹരമായ നമ്മുടെ പൗരാണിക സമ്പത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു കഥയിലൂടെ നമുക്ക് എന്താണ് ജീവൻ മുക്തി എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വ്യാസമഹർഷിയുടെ മകനാണ് ശ്രീശുകൻ. അപ്പൊ ഇദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ എല്ലാം അഭ്യസിച്ചു. അദ്ദേഹത്തിന്റെ
ശരീരത്തിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ കാണാമെന്നാ പറയുന്നത്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ആ ശരീരത്തിന്റെ ഭാഗമായിട്ട് വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അത്രേ ശുഗന്റെ. അത്ര പുണ്യാത്മാവ്, അത്ര നിർമ്മലൻ, അത്ര ജ്ഞാനസ്വരൂപൻ. പക്ഷെ അച്ഛൻ പറഞ്ഞു, മകനെ നിനക്ക് ഒരു കുറവുണ്ട്. നീ അത് ശാസ്ത്രങ്ങൾ മുഴുവൻ നീ പഠിച്ചു കഴിഞ്ഞു, നിനക്കിനി പുതിയ അറിവുകളുടെ ആവശ്യമൊന്നുമില്ല. അറിവെന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കേണ്ട അറിവുകളുടെ ആവശ്യമൊന്നുമില്ല. നിനക്കൊരു കുറവുണ്ട്. വ്യാസൻ പറയാണ്. ആരോടാ പറഞ്ഞത്? ശുഗനോട് പറയാണ്, തന്റെ മകനോട് പറയാണ്, നിനക്കൊരു കുറവുണ്ട്. എന്താണെന്നറിയോ? ഒരു ഗുരുവിന്റെ കുറവുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശുഗനോട് പറയാണ്, നിനക്കൊരു ഗുരുവിന്റെ കുറവുണ്ട്. വ്യാസൻ എന്തുകൊണ്ടായിക്കൂടാ? അതങ്ങനെയാണ്. ഒരു ഡോക്ടർക്ക് സ്വന്തം മകനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സർജറി ചെയ്യാൻ പറ്റില്ല. മറ്റു കുട്ടികളെയൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. പക്ഷെ സ്വന്തം മകനെ സർജറി ചെയ്യുമ്പോൾ കൈ വിറയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. വ്യാസൻ പറഞ്ഞു, പക്ഷേ നിനക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഗുരുവും സാധിക്കില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വന്ന് ഗുരു ആകാനും പറ്റില്ല ശുഗന്. എന്നാൽ ശുഗൻ എന്തിന്റെ കുറവുണ്ട്? ഒരു ഗുരുവിന്റെ കുറവുമുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ ഉന്നതമായിട്ടുള്ള അറിവുകൾക്ക് വേണ്ടി രാജർഷിയായ ജനക മഹാരാജാവിന്റെ സന്നിധിയിലേക്ക് നിന്നെ അയക്കുകയാണ്. ശുഗൻ യങ്ങാണ്, വളരെ യുവാവായ ശുഗൻ അത് സമ്മതിച്ചു. അദ്ദേഹം ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാര വാതിൽക്കൽ വന്നപ്പോൾ തന്നെ ശുഗന്റെ മുഖം മങ്ങി. ഇങ്ങനെ അത്യാഡംബരമായ ഒരു കൊട്ടാരത്തിനുള്ളിൽ വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എനിക്ക് ത്യാഗം പഠിപ്പിച്ചു തരാൻ പറ്റുക, ജ്ഞാനം പകർന്നു തരാൻ പറ്റുക? ആദ്യം തന്നെ അദ്ദേഹം ത്യാഗമാണ് പരിശീലിച്ചത്. ശുഗൻ ത്യാഗത്തെ തുടർന്നാണ് അദ്ദേഹം അധ്യയനം തുടങ്ങിയത്. ഇവിടെ തന്നെ ഉന്നത പഠനത്തിനായിട്ട് അയച്ചിരിക്കുന്നത് ഒരു മഹാഭോഗിയുടെ അടുത്തേക്ക്, വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരു മഹാരാജാവിന്റെ അടുത്തേക്ക്. അച്ഛന് എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് ശുഗൻ സ്വയം ചിന്തിക്കുന്ന ഒരാളെ അങ്ങനെ അന്ധമായിട്ട് പിന്തുടരാൻ സാധിക്കില്ല. അവർക്ക് സ്വന്തമായിട്ടുള്ള ചോദ്യങ്ങളും സംശയങ്ങളും വരും. ഇവിടെ ശുഗന്റെ ഉള്ളിൽ സംശയം ജനിച്ചു. അച്ഛൻ പറഞ്ഞത് അന്ധമായിട്ട് അദ്ദേഹം അനുസരിച്ചില്ല. അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് വന്നു. ശുഗൻ തിരിച്ചു വീട്ടിലേക്ക് വന്ന് വ്യാസനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ അച്ഛാ ഇതുപോലൊരു സ്ഥലത്തേക്ക് എന്നെ അയച്ചത്, ഇങ്ങനെ ഒരു കൊട്ടാരത്തിലേക്ക് എന്നെ അയച്ചത്? ഇപ്പൊ വ്യാസൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു തെറ്റായ സ്ഥലത്തേക്ക് അയക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ കുഞ്ഞെ? നീ അവിടെ കണ്ടതൊന്നുമല്ല ശരിയായ കാഴ്ച. അതുകൊണ്ട് ചെല്ലു, ഒരിക്കൽ കൂടി ചെല്ല്, രാജാവിനെ കാണ്, ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്, എന്റെ മകനാണെന്ന് പറയൂ. ശുഗൻ വീണ്ടും കൊട്ടാരത്തിലെത്തി. ഇപ്രാവശ്യം കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. കൃത്യമായിട്ട് ശുഗൻ ആരാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് രാജാവിന്റെ അടുത്തേക്ക് വഴി കാണിച്ചു കൊടുക്കപ്പെട്ടു. അദ്ദേഹം ചെല്ലുമ്പോൾ ജനക മഹാരാജാവ് അന്തർജനങ്ങളുമായിട്ട് ഒരു ഉദ്യാനത്തിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. തൊട്ടടുത്ത് ഭാര്യയും തോഴിമാരും എല്ലാവരും ഉണ്ട്. ഇപ്രാവശ്യം ശുഗന് വീണ്ടും മുമ്പത്തേതിനേക്കാൾ രോഷം, ധാർമ്മിക രോഷം. ഇങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് വീണ്ടും, കൊട്ടാരത്തിനുള്ളിൽ താമസിക്കുന്നതോ പോട്ടെ, സകല സുഖസൗകര്യങ്ങളിലെയും നടുക്ക് അതിൽ ആഴ്ന്ന് അതിൽ മയങ്ങി കിടക്കുന്ന, ബന്ധനസ്ഥനായി കിടക്കുന്ന ഒരാള് എന്നെപ്പോലൊരു ബ്രഹ്മചാരിക്ക് ജ്ഞാനം എങ്ങനെ പകർന്നു തരാൻ? വീണ്ടും സംശയം. തിരിച്ചു നടന്നു. ജനകൻ കണ്ടു. ജനകൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. കൊട്ടാരവാതിൽക്കൽ വരുന്നത് മുതൽ ജനകൻ ശുഗനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശുഗനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ പോകുന്നെന്ന് അറിയണമല്ലോ എന്നോർത്ത്. അതുകൊണ്ട് തന്നെ ഈ ശുഗൻ വരുമ്പോഴൊക്കെ രാജാവ് തോഴിമാരുടെയൊക്കെ തോളിൽ കൈയിട്ടുകൊണ്ടിരിക്കും. പരമാവധി പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് ജനകന്റെ ഉദ്ദേശം. ശുഗൻ തിരിച്ച് വ്യാസന്റെ അടുത്തെത്തി. വ്യാസൻ പറഞ്ഞു, ശുഗ, നിന്റെ ജീവിതത്തിൽ ഒരു ഗുരു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിനക്ക് ഏതാനും അവസരങ്ങൾ മാത്രമാണ് ഈ ജന്മം വിധിക്കപ്പെട്ടത്. അതിലെ എല്ലാ അവസരങ്ങളും
പാഴായി കഴിഞ്ഞു. ഒരേ ഒരു അവസരം മാത്രമാണ് നിനക്ക് ബാക്കിയുള്ളത്. നീ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് തിരിച്ചു വന്നു, 2 തവണ തിരിച്ചു വന്നു. അസാധാരണമായ ഒരു തിരിച്ചുവരവാണ് നീ നടത്തിയത്. നിന്റെ ജീവിതത്തിലെ 2 സുവർണ അവസരങ്ങളാണ് നീ നഷ്ടപ്പെടുത്തിയത്. ഓർക്കുക, ഇനി നഷ്ടപ്പെടുത്താൻ നിന്റെ കയ്യിൽ അവസരങ്ങളില്ല. അവസാനത്തെ ഗുരൂപസക്തി ഞാൻ പറയുന്നു, നീ ജനകന്റെ അടുത്ത് ചെല്ലുക. നിനക്കുള്ള പാഠങ്ങൾ ജനകൻ പകർന്നു തരും. എന്തു തന്നെയായാലും പിന്മാറാതിരിക്കുക. കാരണം എനിക്കറിയാം, ജനകനെ അറിയാം, എനിക്ക് നിന്നെയും അറിയാം. ഈ പ്രാവശ്യം അച്ഛന്റെ വാക്കുകൾ കൂടുതൽ ഗൗരവത്തിൽ ശുഗനിൽ വന്ന് തറച്ചു. എന്ന് മാത്രമല്ല, ഇത് തന്റെ അവസാനത്തെ അവസരമാണെന്നും ശുഗൻ മനസ്സിലാക്കിയിട്ട് ഇനി ഒരു തിരിച്ചുവരവില്ല. എന്തു തന്നെയായാലും ശിഷ്യപദത്തിലേക്ക് തന്നെ താൻ പോവുകയാണ് എന്ന് ദൃഢമായ ഒരു തീരുമാനം കൈക്കൊണ്ട് ശുഗൻ കൊട്ടാരവാതിൽക്കൽ എത്തി. അവിടെ ഡ്രാമ ആരംഭിച്ചു കഴിഞ്ഞു, നാടകം ആരംഭിച്ചു. ജനകൻ കാത്തിരിക്കുമായിരുന്നു ആ വരവ്, 3ാമത്തെ വരവ്. പറഞ്ഞു, പച്ചവെള്ളം കൊടുക്കരുത്, വാതിൽ തുറക്കുകയും ചെയ്യരുത്. കൊട്ടാരവാതിൽക്ക് കാവല് നിൽക്കുന്ന ആദ്യം ആനയിച്ചു കൊണ്ടുവന്നത് അകത്തേക്ക്, എന്നിട്ട് തിരിച്ചു പോയതാ. അതുകൊണ്ട് ജനകൻ പറഞ്ഞു, ഇപ്രാവശ്യം ശുഗനെ കണ്ട ഭാവം പോലും നിങ്ങൾ നടിക്കരുത്, കൊട്ടാരവാതിൽ തുറക്കരുത്, പച്ചവെള്ളം പോലും കൊടുക്കുകയും ചെയ്യരുത്, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ശുഗൻ അവിടെ നിന്നു, ഒരു ദിവസം മുഴുവൻ നിന്നു. കൊട്ടാരവാതിൽ തുറന്നില്ല, ആരും വന്ന് ചോദിച്ചില്ല. വീണ്ടും ഒരു ദിവസം നിന്നു, വീണ്ടും 3 ദിവസവും 3 ദിനങ്ങളും 3 രാത്രികളും ആ കുട്ടി അവിടെ കാത്തുനിന്നു. ആ കുമാരൻ അവിടെ കാത്തുനിന്നു, മുനികുമാരൻ. അയാൾ പിന്തിരിയാൻ ഒരുക്കമല്ലായിരുന്നു. അയാൾക്ക് മനസ്സിലായി, അയാള് ദൃഢമായ ഒരു തീരുമാനം എടുത്തിറങ്ങിയതാണ്. 4ാമത്തെ ദിവസം രാവിലെ ജനകൻ തന്റെ പരിചാരകരെ വിളിച്ച് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. 4ാമത്തെ ദിവസം രാവിലെ എന്താണ് കാണുന്നത്? മാലയിട്ട് പൂർണ്ണകുംഭം നൽകി ആനയിക്കപ്പെടുകയാണ് വ്യാസപുത്രൻ. ശുഗൻ അകത്തേക്ക് ആനയിക്കപ്പെട്ടു. അപ്പോഴും ശുഗന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. തന്നെ കണ്ടഭാവം നടിക്കാത്തപ്പോഴും തന്നെ മാലയിട്ട് ആനയിക്കുമ്പോഴും ഒരേ ഭാവത്തോടുകൂടി ശുഗൻ കടന്നു ചെന്നു. രാജകൊട്ടാരത്തിലെത്തി. പതിവ് പോലെ തോഴിമാരുടെ നടുക്ക് ജനക മഹാരാജാവ് ഇരിപ്പുണ്ട്. ഇപ്രാവശ്യം അദ്ദേഹത്തിന് ഒരു കുലുക്കം ഉണ്ടായില്ല. തോഴിമാരെ നടുക്കിരിക്കുന്ന രാജാവിനെ കണ്ടിട്ടും ശുഗന് യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. എന്തിനാണ് അങ്ങ് വന്നത് എന്നെ കാണാൻ വ്യാസപുത്ര എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ വന്നതാണ്, എനിക്ക് ജ്ഞാനം പകർന്നു തരണം അങ്ങ് എന്ന് പറഞ്ഞു. ജനക മഹാരാജാവ് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നീടാവാം. അങ്ങൊരു കാര്യം ചെയ്യൂ, ഈ കൊട്ടാരം മുഴുവൻ കണ്ടില്ലേ, ഞാൻ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അങ്ങേക്ക് വേണ്ടിയിട്ട്, വ്യാസപുത്രനായ ശുഗന് വേണ്ടിയിട്ട് ഈ കൊട്ടാരം തന്നെ ഞാൻ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കൊട്ടാരത്തിന്റെ ഓരോ കോർണറുകളിലും ഓരോ മൂലകളിലും ആഘോഷങ്ങൾ നടക്കുകയാണ് അങ്ങേക്ക് കാണാൻ വേണ്ടി, അങ്ങേക്ക് കേൾക്കാൻ വേണ്ടി. അങ്ങ് അതെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞു. ശുഗൻ സമ്മതിച്ചു. തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കൊട്ടാര കാഴ്ചകളിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. വ്യാസപുത്ര, ഒരു നിമിഷം. എന്താണ്? ഈ ഒരു കുടം പാലുമായിട്ട് വേണം അങ്ങ് പോകാൻ. നിറഞ്ഞ ഒരു കുടം പാൽ, അടയ്ക്കാത്ത കുടം, നിറഞ്ഞു നിൽക്കുകയാണ് പാല്. അതെടുത്ത് കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഈ കാഴ്ചകളെല്ലാം കണ്ടുവരൂ, ഈ കുടം കയ്യിലിരിക്കട്ടെ. എന്നിട്ട് അടുത്ത് നിന്ന ഭടനോട് പറയുകയാണ്, വലിയൊരു ഭടൻ അടുത്ത് നിൽപ്പുണ്ട്. ഭടനോട് പറഞ്ഞു, ഈ കുമാരന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി പാലെങ്കിലും നിലത്ത് വീണ കുമാരന്റെ തല അങ്ങ് വെട്ടിയേക്ക് എന്ന് പറഞ്ഞു. ശുഗൻ ഞെട്ടി. ഒരു തുള്ളി പാലെങ്കിലും തുളുമ്പി നിലത്ത് വീണാൽ തന്റെ തല നിലത്ത് കിടന്ന് ഉരുളും. എന്തായാലും ഗുരുവല്ലേ പറയുന്നത്. ശുഗൻ പാലുമായിട്ട് യാത്ര ആരംഭിച്ചു. മുമ്പിൽ ആളുകൾ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുകയാണ്. അവർ ഓരോ കാഴ്ചകൾ കാണുമ്പോഴൊക്കെ ഈ കൂടെ വരുന്നവർ അത് വിശദീകരിച്ചു കൊടുക്കും. ഇത് ഇവിടുത്തെ ഏറ്റവും നല്ല കൊട്ടാര നർത്തകിയാണ്, അവരുടെ നർത്തനമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പുറത്ത് ചെല്ലുമ്പോൾ പഞ്ചവാദ്യങ്ങൾ, അതിനപ്പുറത്ത് ചെല്ലുമ്പോൾ മറ്റ് വൃന്ദവാദ്യങ്ങളൊക്കെ, വാദ്യഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തേക്കും വ്യാസപുത്രൻ ആനയിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ ഒരു കുടം പാലിലാണ്. ഇത് തുളുമ്പാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്. കാര്യം ഇത് എന്റെ ഗുരു പറഞ്ഞതാണ്, ഇത് തുളുമ്പി പോകരുത്. അതുകൊണ്ട് ഇത് തുളുമ്പാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മറ്റു കാഴ്ചകളിലൊക്കെ അറിയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അറിയുന്നുണ്ട്. പക്ഷെ മുഴുവൻ ശ്രദ്ധയും ഈ ഒരു കുടം പാലിലാണ്.
മറ്റൊന്നും കൊണ്ടല്ല, തലയും ഉരുളും. ഒരു തുള്ളിയെങ്കിലും തുളുമ്പിപ്പോയാൽ തന്റെ തലയും അവിടെ ഇല്ലാതാവും, തന്റെ ജീവിതം തന്നെ അവിടെ ഇല്ലാതാവും എന്ന ഉറച്ച ബോധ്യമുണ്ട്. ഏതായാലും മുഴുവൻ കാഴ്ചയും കണ്ട് അദ്ദേഹം തിരിച്ച് ജനക മഹാരാജാവിന്റെ സന്നിധിയിൽ വീണ്ടും എത്തി. ജനകൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു എന്റെ കൊട്ടാരത്തിലെ കാഴ്ചകൾ? അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ കാഴ്ചകൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ശ്രീ ശുഗൻ പറഞ്ഞു, ഒരു കാഴ്ചയും എനിക്ക് ശരിക്ക് കാണാൻ പറ്റിയില്ല. എന്റെ പൂർണ്ണ ശ്രദ്ധയും ഈ കുംഭത്തിനുള്ളിലായിരുന്നു. പുറത്തു നടക്കുന്ന യാതൊരു വിധത്തിലുള്ള ശ്രദ്ധാ വ്യതിചലനങ്ങളും എന്നെ ബാധിച്ചില്ല. ശബ്ദമോ ദൃശ്യങ്ങളോ കാഴ്ചകളോ വർണ്ണങ്ങളോ യാതൊന്നും തന്നെ എന്നെ ബാധിച്ചില്ല. ഈ മുഴുവൻ സമയവും എൻ്റെ മനസ്സ് ഏകാഗ്രമായിരുന്നു. എൻ്റെ മനസ്സിൽ ഈ പാലും കുടവും മാത്രമേ ഉണ്ടായിരുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, വളരെ നല്ല കാര്യം. ഇതാണ് എനിക്ക് അങ്ങേക്ക് പറഞ്ഞു തരാനുള്ള ആദ്യത്തെ പാഠം. ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് അങ്ങേക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ഇവിടെ നടക്കുന്ന ഇവിടെ തോഴിമാരുണ്ട്, ആഘോഷങ്ങളുണ്ട്, ഒരു മനുഷ്യന് കിട്ടാവുന്ന എല്ലാ ആനന്ദങ്ങളും ഈ കൊട്ടാരത്തിലുണ്ട്. പക്ഷെ ഇവിടെ ഞാനും നടക്കുന്നത് തുളുമ്പിപ്പോകാത്ത ഒരു പാൽക്കുടവുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ മനസ്സാണ്. എൻ്റെ മനസ്സ് എൻ്റെ കൈവെള്ളയിലുണ്ട്. അതിൽ വികാരങ്ങൾ ഉയരാതെ, അതിൽ വിക്ഷോഭങ്ങൾ വരാതെ, അതിനെ ഒരു ഉപകരണം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണമായും അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഇങ്ങനെ എനിക്ക് എവിടെ വേണേ ജീവിക്കാം. അങ്ങ് വിചാരിക്കരുത് ഞാൻ തോഴിമാരുടെ നടുക്ക് മാത്രമേ ഇരിക്കുള്ളൂ. എനിക്ക് നാളെ വേണമെങ്കിൽ ഒരു കുടിലിൽ പോയി കിടക്കാൻ പറ്റും. മറ്റൊരു ദിവസം എനിക്കൊരു മരച്ചുവട്ടിൽ ഉറങ്ങാൻ പറ്റും. ഇനി എന്നെ വേണമെങ്കിൽ ഹിമാലയത്തിലെ തണുപ്പിൽ കൊണ്ടുപോയി നിർത്തിക്കൊള്ളൂ. എവിടെയായാലും എനിക്ക് തുല്യമാണ്. കാരണം എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ മനസ്സ് എന്ന് പറയുന്ന പ്രതിഭാസത്തിലാണ്. ഇതിനെ അടക്കി മെരുക്കി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ തപസ്. ഇതാണ് എൻ്റെ സാധന. ഞാൻ എല്ലാ വർഷങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ജനിച്ചപ്പോൾ മുതൽ ഞാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സാധനയാണിത്. ഇതിന്റെ ഫലമായിട്ടാണ് എനിക്ക് നിർലിപ്തമായിട്ട് നിസ്സംഗത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങ് ഇത് മനസ്സിലാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പോയി വിശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സന്ധ്യയായി. ശുഗ ബ്രഹ്മർഷി വ്യാസപുത്രൻ വിശ്രമിക്കാനായി അന്തഃപുരത്തിലേക്ക് പോയി. അവിടെ അടുത്ത നാടകം ഒരുങ്ങിയിരിക്കുകയായിരുന്നു. വ്യാസപുത്രനോട് കിടന്നോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുത്തത് അവിടുത്തെ ഏറ്റവും നല്ല മുറിയാണ്. സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കുന്ന കൊട്ടാരത്തിലെ മുറിയാണ് വ്യാസപുത്രനായി തുറന്നു കൊടുക്കപ്പെട്ടത്. അത് നിറയെ സുഗന്ധങ്ങളായിരുന്നു. വില കൂടിയ അപൂർവമായ സുഗന്ധങ്ങളാൽ നിർഭരമായിരുന്നു ആ മുറി. സുന്ദരിമാരായ തോഴിമാർ അവിടെ വെഞ്ചാമരങ്ങളും വിശറിയൊക്കെ വീശിക്കൊണ്ടിരുന്നു. ഏറ്റവും സ്നിഗ്ധതയാർന്ന, ഏറ്റവും പതുപതുപ്പാർന്ന കിടക്കയായിരുന്നു അവിടെ വിരിച്ചിരുന്നത്. 3 ദിവസത്തെ ക്ഷീണമുണ്ട് നമ്മുടെ വ്യാസപുത്രന്, അല്ലെ? 3 ദിവസം അവിടെ കാത്തു നിന്ന ആളാണ്, ഊണില്ലാതെ ഉറക്കമില്ലാതെ. വ്യാസപുത്രൻ കട്ടിലിൽ കയറി കിടന്നു. ആ പതുപതുത്ത മെത്തയിൽ കയറി കിടന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അദ്ദേഹം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഒരു വാള് തൂങ്ങി നിൽക്കുകയാണ്. ഒരു വലിയ വാള് കൃത്യം തന്റെ കഴുത്തിന് നേരെ വരുന്ന രീതിയിൽ ഒരു വാള് തൂക്കിയിട്ടിരിക്കുകയാണ്. അതൊരു ചെറിയ തലമുടി നാരിഴ പോലെയുള്ള ഒരു ചരടിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ശുഗന് മനസ്സിലായി അത് അടുത്ത പരീക്ഷണമാണെന്ന്. ശുഗൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. കാര്യം അതെങ്ങാനും ഒരു കാറ്റ് വീശിയാൽ ആ ചരട് പൊട്ടിപ്പോവുകയും ആ വാള് വന്ന് തന്റെ ശിരസിനെ ഭേദിച്ചു കളയുകയും ചെയ്യും. എന്തായാലും ശുഗൻ രാത്രി മുഴുവൻ ജാഗ്രതയോടുകൂടിയാണ് അവിടെ ഉറങ്ങിയത്. അദ്ദേഹം ഉറങ്ങുമെങ്കിലും ഉറക്കത്തിലും ഈ വാളെങ്ങാനും വീഴുന്നുണ്ടോ? കാറ്റ് വീശിയ ഉടനെ അദ്ദേഹം കണ്ണു തുറന്ന് നോക്കും. വാൾ ഇങ്ങനെ ചെറുതായിട്ട് ആടുന്നുണ്ട്. അതെങ്ങാനും പൊട്ടി വീണാൽ അപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്താണ് അദ്ദേഹം കിടക്കുന്നത്. വാള് പൊട്ടി വീഴുന്ന നിമിഷം ഉരുണ്ടു മാറണം. അതുകൊണ്ട് തന്നെ അവിടെ സുഗന്ധമുണ്ട്, അവിടെ തോഴികളുണ്ട്, അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഈ വാളിലാണ്. എന്തായാലും നേരം വെളുത്ത് ജനക മഹാരാജാവ് കാണാൻ വന്നിട്ട് ചോദിച്ചു, ഇന്നലെ നന്നായി സുഖമായിട്ടൊക്കെ ഉറങ്ങിയില്ലേ? ഇവിടുത്തെ ഏറ്റവും നല്ല മുറിയായിരുന്നത്, ഇവിടുത്തെ ഏറ്റവും മാർദ്ദവമാർന്ന
കിടക്കയായിരുന്നു അങ്ങേക്ക് വേണ്ടി വിരിച്ചിരുന്നത്. ശുഗൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. എന്തു പറ്റി? എന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാള് തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. അത് ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന തരത്തിലുള്ള ഒരു വാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. നല്ല കാര്യം വ്യാസപുത്ര. ഇപ്പോ അങ്ങ് ജീവിതത്തിന്റെ എല്ലാ പാഠങ്ങളും അങ്ങ് പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഇതുപോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. എന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുന്നത് എനിക്ക് കാണാം. ആ വാളിന്റെ പേര് മറ്റൊന്നുമല്ല, മരണം. മരണം എന്ന വാളാണ് മുകളിൽ തൂങ്ങിക്കിടക്കുന്നത്. നമ്മുടെ എല്ലാം മുകളിൽ ഈ വാളുണ്ട്. പക്ഷെ വളരെ കുറച്ച് പേർ മാത്രമേ ഇതിനെക്കുറിച്ച് അവബോധം ഉള്ളവരായിട്ടുള്ളൂ. മരണം എന്ന വാള് തൊട്ടും തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് അവബോധമുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. പലർക്കും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനേ താല്പര്യമില്ല. അഥവാ ചിന്തിച്ചാൽ തന്നെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവുമാണ്. പക്ഷെ അവബോധത്തോടു കൂടിയുള്ള ജീവിതം എന്ന് പറയുന്നത്, മരണാവബോധത്തോടു കൂടിയുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവൻ മുക്തി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതാണ് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് പരിശീലനങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒന്ന്, എൻ്റെ മനസ്സിന്റെ വിക്ഷോഭങ്ങളില്ലാതെ, അത് തുളുമ്പി പോകാതെ അതിനെ ഞാൻ എൻ്റെ കൈക്കുള്ളിൽ കൊണ്ടു നടക്കുന്നു. അതിനെ പൂർണ്ണമായി എൻ്റെ അധീനതയിലാക്കിയിരിക്കുന്നു. അതൊരു ഉപകരണമാണെന്ന് എനിക്കറിയാം. മൈൻഡ് ഈസ് എ വെരി ഗുഡ് മാസ്റ്റർ എന്നാണ് പറയുന്നത്. ആൻഡ് മൈൻഡ് ഈസ് എ വെരി ഗുഡ് സെർവൻറ്റ് ആൻഡ് ക്രൂവൽ മാസ്റ്റർ എന്നാണ് പറയുന്നത്. മൈൻഡ് നമ്മളുടെ മാസ്റ്റർ ആയാൽ അത് ക്രൂവലാണ്. മൈൻഡ് നമ്മളുടെ സെർവൻ്റ് ആയി കഴിഞ്ഞാൽ വളരെ കൈൻഡാണ്, വളരെ ഒബീഡിയൻ്റ് ആണ്, നമ്മുടെ സുഹൃത്താണത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. അപ്പം ജനക മഹാരാജാവ് അതാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ മനസ്സിനെ എൻ്റെ അധീനതയിൽ ഇരുത്തിയിരിക്കുന്നു. അതേസമയം എനിക്ക് മരണം എന്ന ഒരു അനുഭവം അവിടെ ഉണ്ട്. മരണം നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണ വിരാമം ഇടും എന്ന ഉത്തമ ബോധ്യവുമുണ്ട്. ഈ രണ്ട് ബോധ്യങ്ങളിലാണ്, ഈ ശ്രദ്ധയും ഈ അവബോധവുമാണ് എൻ്റെ ജീവൻ മുക്തി, ഞാൻ തിരിച്ചറിഞ്ഞ ജീവൻ മുക്തി. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ, കർമ്മബന്ധങ്ങൾ, പാപങ്ങൾ, അധർമ്മങ്ങൾ, തിന്മകൾ ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല. തികഞ്ഞ മരണാവബോധവും മനസ്സിനെ ആക്കാനുള്ള അഭ്യാസവുമുള്ള ഒരു വ്യക്തിക്ക് അധർമ്മവും തിന്മകളോ പാപങ്ങളോ ഒന്നും തന്നെ സ്പർശിക്കുകയില്ല. തികഞ്ഞ നിസ്സംഗത്വമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് കർമ്മം ചെയ്യാൻ സാധിക്കും. ഒരു പ്രവൃത്തി ചെയ്താൽ അതിലേക്ക് പൂർണ്ണമായിട്ടും തന്റെ മനസ്സർപ്പിച്ച് പ്രവൃത്തി ചെയ്യാൻ പറ്റും. പ്രവൃത്തി പൂർണ്ണമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഒരിക്കലും അതിൽ പെട്ടുപോവുകയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ചക്ക മുറിക്കുന്നത് എങ്ങനെയാവണം? വെളിച്ചെണ്ണ പുരട്ടിയ കൈകൊണ്ടാവണം ചക്ക മുറിക്കുന്നത്. അങ്ങനെ നിർലിപ്തത, നിസ്സംഗത്വം എന്നുള്ളത് ആണ് ജനക മഹാരാജാവിന്റെ ജീവൻ മുക്തി. അങ്ങനെ ജീവൻ മുക്തിയുടെ ആനുഭൂതികമായ തലമാണ്. പാഠങ്ങളിലൂടെ അല്ല അത് കിട്ടിയത്, ജീവിച്ച് തന്നെയാണ് അദ്ദേഹം അറിഞ്ഞത്, അല്ലേ? അത് കേവലം ഒരു മന്ത്രോപദേശമായിട്ടല്ല അത് കിട്ടുന്നത്, പകരം അനുഭൂതിയായിട്ടാണ് കിട്ടുന്നത്. ഇവിടെയാണ് ഗുരു വന്ന് സ്ക്രിപ്ചർ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗുരു വന്ന് അധ്യായം 1 ശ്ലോകം 1 എന്നും പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ആള് ഗുരുവല്ല, അതൊരു ട്യൂഷൻ മാസ്റ്റർ. അത്രയൊക്കെ തന്നെ അവർക്കുള്ളൂ. ഗുരു അതൊന്നും അല്ല ചെയ്യുന്നത്. ഗുരു അനുഭൂതികളിലേക്ക് കൊണ്ടുപോകും, നേരെ അനുഭൂതികളിലേക്ക് കൊണ്ടുപോകും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ച് തരും ഗുരു. ആ കണ്ണാടിയിൽ അറിയാം നമ്മൾ എന്താണ്, നമ്മൾ എന്തല്ല എന്ന് ആ കണ്ണാടി നമ്മളെ കാണിച്ചു തരും. അങ്ങനെ അനുഭൂതികളിലേക്കും കാഴ്ചകളിലേക്കും സ്വാനുഭവങ്ങളിലേക്കുമാണ് ഗുരു കൊണ്ടുപോകുന്നത്. ഗുരു ഒരിക്കലും പറ പറയില്ല, അവിടെ തൊട്ട് പറഞ്ഞു തരില്ല. ഗുരു സ്പൂൺ ഫീഡ് ചെയ്യില്ല. നമ്മൾക്ക് മനസ്സിലാകുന്ന പാഠത്തിന് തൊട്ടു മുമ്പുള്ള ജീവിതാനുഭവം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഗുരു പിൻവാങ്ങും. ബാക്കി ചിന്തിച്ച് കണ്ടുപിടിച്ചു. അതാണ് ശരിയായിട്ടുള്ള ഗുരു ചെയ്യുന്നത്. വഴി കാണിച്ചു തന്നിട്ട് നടക്കാൻ പറയും. എടുത്തുകൊണ്ട് പോണ ഗുരുവൊന്നുമില്ല. വഴിയുടെ പടം വരച്ച് കാണിക്കുന്ന ഗുരുവുമില്ല. വഴി ചൂണ്ടിക്കാണിക്കും, ശരിക്കുള്ള വഴി ചൂണ്ടിക്കാണിക്കും, തന്നെ പോകാൻ പറയും. പിന്നെയും ഗുരുവിനെ പിടിച്ചുകൊണ്ടുവന്ന ഗുരു ചവിട്ടി പുറത്താക്കും. ഗുരുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു പറയാൻ ചവിട്ടി പുറത്താക്കും. ഗുരു നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഘട്ടമുണ്ട്, ഗുരു നമ്മളെ ചവിട്ടി പുറത്താക്കുന്ന ഘട്ടമുണ്ട്. അമ്മ പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ പറത്തി വിടുന്നത് പോലെ ഗുരു ശിഷ്യന്മാരെ പറത്തി വിടും. അല്ലെങ്കിൽ ഗുരുവും പോവും, ശിഷ്യനും പോവും, എല്ലാം പോവും. ഗുരു ശിഷ്യനെ ആശ്രയിച്ച് നിൽക്കും, ശിഷ്യൻ ഗുരുവിനെ ആശ്രയിച്ചിരിക്കും. അതൊരു സുഖകരമായ മറ്റൊരു ലൈഫായി പോകും. അത് പിന്നെ മറ്റൊരു ബന്ധനമായി തീരും. അങ്ങനെയൊക്കെയാണ്.
പക്ഷെ അങ്ങനെയല്ല ശരിക്കുള്ള അവസ്ഥ. ശരിയായ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് മറ്റൊരു ഗുരുവിനെ സൃഷ്ടിക്കുന്ന ആളാണ് യഥാർത്ഥ ഗുരു. ശുഗൻ ആരാണ്? ശുഗൻ ഗുരുവാണ്. ആരുടെ? പരീക്ഷിത്തിന്റെ. പരീക്ഷിത്ത് ആരാ? നമ്മുടെയൊക്കെ പിതാമഹനാണ്. അപ്പൊ മറ്റൊരു ഗുരുവിനെ സൃഷ്ടിച്ച ആളാണ്. ശുഗൻ എന്ന് പറയുന്ന ഒരു ഗുരുവിനെ സൃഷ്ടിച്ച ആളാണ് ജനക മഹാരാജ. ഗുരു ഗുരുവിനെ സൃഷ്ടിക്കുന്ന ആളാണ് ഗുരു. ശിഷ്യന്മാരെ സൃഷ്ടിക്കുന്ന ആള് ഗുരുവേ അല്ല. ഇവിടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അറിയാനുണ്ട്. ഈ മരണാവബോധം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്, സാധന ചെയ്താൽ വരുന്ന കാര്യമാണ് കേട്ടോ. ഇത് പറഞ്ഞു തരുന്നതിനേക്കാൾ നമ്മുടെ മനസ്സ് നിശ്ചലമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ബോധ്യമാണ് ഈ ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ലോകം അശാശ്വതമാണ്, അസ്ഥിരമാണ്. സാധന ചെയ്താൽ കിട്ടും. സാധന ചെയ്ത് ഏകാഗ്രത പരിശീലിച്ച് മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ അറിവ് താനേ വരും. അറിവ് താനേ വരുന്നത് അറിവ് ഉള്ളിലുള്ളത് കൊണ്ടാണ്. എഡ്യൂക്കേഷൻ ഈസ് ടേക്കിംഗ് ഔട്ട്, നോട്ട് പുട്ടിങ് ഇൻ. റിയൽ എഡ്യൂക്കേഷൻ ഈസ് ടേക്കിംഗ് ഔട്ട്. നമ്മുടെ ഉള്ളിൽ ആദ്യമുള്ള ജ്ഞാനത്തെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. വിവേകാനന്ദ സ്വാമിയും ചിന്മയാനന്ദ സ്വാമിയും ഒക്കെ അങ്ങനെയാ പറയുന്നത്. വേദങ്ങളിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനസ്സ് നിശ്ചലമായി തുടങ്ങാത്ത ഒരാൾക്കാണ് ഈ ഭയം വരുന്നത് മാറ്റങ്ങൾ കാണുമ്പോൾ. മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ ഈ ലോകം മാറ്റമാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മരണത്തെ നമ്മൾ ഭയക്കില്ല. അതും മാറ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് അയ്യോ എന്ന് നമ്മൾ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ മാറാതെ നിൽക്കുവാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിൽക്കുമ്പോഴാണ് ഒരു മരണവാർത്ത എത്തുന്നത്, നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അതേസമയം ഇന്ന് കണ്ട ഞാനല്ല, ഇന്നലെ കണ്ട എന്നെയല്ല ഞാൻ ഇന്ന് കാണുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് ഒരു ഗുരു ജീവിക്കുന്നത്, ഒരു ജീവൻ മുക്തൻ ജീവിക്കുന്നത്. ഒരു നദിയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്നുള്ള ബോധ്യത്തിലാണ് ഒരു ജീവൻ മുക്തൻ ജീവിക്കുന്നത്. നമ്മൾ എത്ര വർഷമായിട്ട് നമ്മൾ ഒരു പുഴയിൽ പോയി കുളിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ വിചാരം നമ്മൾ ഒരേ കടവിൽ ഒരേ പുഴയിൽ വീണ്ടും വീണ്ടും ഇറങ്ങുകയാണെന്നാണ് നമ്മുടെ വിചാരം. തൊട്ടു നോക്കിയാലും അതിന് ഒരേ ചൂടായിരിക്കും, അല്ലെങ്കിൽ ഒരേ തണുപ്പായിരിക്കും, ഒരേ ഊഷ്മാവായിരിക്കും, അതിനൊരു ഗന്ധം ഉണ്ടാവും. എനിക്കറിയാം, മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് അതിന്റെ ഗന്ധം അറിയാം, അതിന്റെ ഊഷ്മാവ് അറിയാം. ഇപ്പൊ പോലും എനിക്ക് അതിനെ തൊടാൻ പറ്റും മനസ്സുകൊണ്ട്. കാര്യം വർഷങ്ങളോളം ഞാൻ അതിൽ കുളിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ വിചാരം ഇത് എന്നും സ്ഥായിയാണെന്ന്. കാര്യം ഒരേ ഗന്ധം, ഒരേ സ്പർശം, ഒരേ രൂപം, ഒരേ ശബ്ദം, ഒരേ അനുഭവം. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ കബളിപ്പിക്കപ്പെടുമായിരുന്നു. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെ ഞാൻ സ്ഥിരമാണെന്ന് വിചാരിച്ചു. മൂവാറ്റുപുഴയാർ എന്നുള്ള സ്ഥിരമാണ് എന്ന് ഞാൻ വിചാരിച്ചു. ഇതുപോലെയാണ് തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. മരണം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ചിന്മയാനന്ദ സ്വാമികളുടെ അടുത്ത്, ചിന്മയാനന്ദ സ്വാമി വെസ്റ്റിലായിരുന്നപ്പോ, അമേരിക്കയിലായിരുന്നപ്പോ അവര് വന്നിട്ട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കും. സംശയങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അന്ന് ചോദിച്ച സംശയം മരണത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ചോദിച്ച ചോദ്യം ഇതാണ്: നമ്മൾ മരണശേഷം എങ്ങോട്ടാണ് പോകുന്നത്? ഇതായിരുന്നു ചോദ്യം. അപ്പം ചിന്മയാനന്ദ സ്വാമി ചോദിച്ചു, അപ്പം മരണത്തിന് മുമ്പുള്ളതൊക്കെ മനസ്സിലാക്കി അല്ലേ? മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തെ കുറിച്ച് സകലതും മനസ്സിലാക്കി. ഇനി നമുക്ക് മരണത്തിന് ശേഷം എന്താണ് എന്നും കൂടെ അറിഞ്ഞാൽ സകലതുമായി എന്ന് സ്വാമിജി ഇങ്ങനെ തമാശയോടെ പറഞ്ഞു. അപ്പൊ അയാള് ചിരിച്ചു, ചോദ്യത്തിന്റെ വിഡ്ഢിത്തം ചിരിച്ചു. കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള അനുഭവം എന്താണെന്ന് പോലും നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ഈ ജീവിതം ഈ ലോകത്തിന്റെ ഘടന എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്താണെന്ന് പോലും നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ തൊട്ടുമുമ്പിൽ നിൽക്കുന്ന അനുഭവങ്ങളുടെ പൂർണ്ണത എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് മരണം എന്ന് പറയുന്ന വാതിലിനപ്പുറം എന്താണ് എന്നുള്ള ബാലിശമായ കൗതുകമാണത്. പക്ഷെ ആ ബാലിശമായ കൗതുകത്തെ ഒന്ന് അടക്കാൻ വേണ്ടി ഒരു ചെറിയ പരിഹാസം കൊടുത്തതാണ്. അപ്പൊ ജീവിതത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് കുറെ നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് അവര് വീണ്ടും ചോദിച്ചു, ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, എങ്കിൽ പോലും ഈ ഒരു ചോദ്യം ഞങ്ങളെ അലട്ടുന്നുണ്ട്. മരണത്തിന് ശേഷം നമുക്ക് എന്താണ് പറ്റുക? നമ്മൾ എവിടേക്കാണ് പോവുക? ഞങ്ങളുടെ പലരും മരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് മരിച്ചു കഴിയുമ്പോൾ ഞങ്ങളൊരു വല്ലാത്ത മാനസികാവസ്ഥയിലെത്തും. ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അനക്കമില്ലാതെ കിടക്കുകയാണ്, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അവരെവിടെയാണ് പോയത്? ഇപ്രാവശ്യം ആ ചോദ്യം അല്പം കൂടി ഉള്ളിൽ നിന്ന് വന്ന ചോദ്യമായിരുന്നു.
കൗതുകത്തിനപ്പുറം അത് ഉള്ളിൽ തട്ടിയ ചോദ്യമായിരുന്നു. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു, നോക്കൂ, ഈ സത്സംഗം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാ പോകാൻ പോണത് ചോദിച്ചു. അപ്പൊ അവിടെ ഇരുന്നവര് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഞാൻ സിനിമ കാണാൻ പോകും. വെസ്റ്റേണേഴ്സ് ആണ്, അപ്പൊ അവർക്ക് അങ്ങനെയാണ്. ഞാൻ സത്സംഗം കഴിഞ്ഞാൽ ഉടൻ സിനിമാ തിയേറ്ററിലേക്ക് പോകും. വേറൊരാളോട് ചോദിച്ചു പറഞ്ഞു, ഇല്ല ഞാൻ വീട്ടിൽ പോകും, വീട്ടിൽ പോയി ഡിന്നറൊക്കെ കഴിക്കും. വേറൊരാൾ ചോദിച്ചു പറഞ്ഞു, ഞാൻ പബ്ബിലേക്കാണ് പോകാൻ പോണത്, സ്പിരിച്വൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് പബ്ബിൽ പോയി അൺവൈൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, ഇതുപോലെയാണ് എല്ലാ യാത്രകളും. ഇവിടുന്ന് പോയി കഴിയുന്ന ഒരു ജീവൻ അയാളുടെ ആഗ്രഹം അനുസരിച്ച് വീട്ടിലേക്ക് പോകാം, ഹോട്ടലിലേക്ക് പോകാം, സിനിമാ തിയേറ്ററിലേക്ക് പോകാം, പബ്ബിലേക്ക് പോകാം, അമ്പലത്തിലേക്കും പോകാം, ചർച്ചിലേക്കും പോകാം, മോസ്കിലേക്ക് പോകാം, എവിടേക്ക് വേണേ പോകാം. തൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്കും തൻ്റെ ഉള്ളിലെ വാസനകൾക്കും അനുസരിച്ച് അതിന് എവിടേക്ക് വേണേലും പോവാം. ഇത് ഇൻഫിനിറ്റ് ആണ്. ഈ ലോകം ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണുള്ളത്. നമ്മൾ സ്വർഗം എന്ന് വിളിക്കുന്നത് ഒറ്റ വാക്കിൽ വിളിക്കുന്നതെങ്കിലും അത് അനുഭൂതികളുടെ ഒരു സ്പെക്ട്രമാണത്. അതൊരു രാജ്യമാണ്, വർണ്ണരാജ്യമാണത്. അത് ഓരോരുത്തരുടെയും അർഹതയും ആഗ്രഹവും അനുസരിച്ച് ഓരോ അനുഭൂതി തലങ്ങളിലേക്ക് അത് നയിക്കും. പക്ഷെ നമ്മുടെ ആഗ്രഹമാണ്, അല്ലാണ്ട് വേറെ ആരും അല്ല അവിടെ നിശ്ചയിക്കുന്നത്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ അർഹതയും, നമ്മൾ ആർജിച്ചിരിക്കുന്ന പുണ്യവും നമ്മളുടെ ആഗ്രഹവും, ഇത് രണ്ടും ഒത്തു വന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തെത്താൻ പറ്റും. ഇതാണ് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് എത്ര നാള്, അവിടുത്തെ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു, അമേരിക്കയിലെ ഒരു വലിയ ഹോട്ടലിന്റെ പേര് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര നാൾ അവിടെ പോയി താമസിക്കാൻ പറ്റും? അത് സുഖസൗകര്യങ്ങളുടെ ഒരു പറുദീസയാണ്. നിങ്ങൾക്ക് എത്ര നാൾ അവിടെ താമസിക്കാൻ പറ്റും? അപ്പൊ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, കുറച്ച് ദിവസങ്ങളെ താമസിക്കാൻ പറ്റും, അപ്പോഴേക്കും നമ്മുടെ കയ്യിലെ പൈസയൊക്കെ തീരെ സ്വാമിജി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതുപോലെയാണ് സ്വർഗത്തിൽ. അങ്ങനെ എക്കാലം ഒന്നും താമസിക്കാൻ പറ്റില്ല. സ്വർഗം പോലെ സുഖകരമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ താമസിക്കാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് പറ്റില്ല. പുണ്യം, ആർജിച്ച കർമ്മങ്ങളുടെ പുണ്യം തീരുമ്പോ ക്ഷീണേ പുണ്യേ, പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ വീണ്ടും മർത്യലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഇതൊരു ചാക്രികതയാണ്. ഈ ചക്രത്തിന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഗെയിം. മനസ്സിലായില്ലേ? ഈ ചക്രത്തിന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഗെയിം. അപ്പം തിരിച്ച് വരും, കാശ് പുണ്യം തീരുമ്പോ തിരിച്ചു വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ അടുത്ത ചോദ്യം കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു ചോദ്യം വന്നു. സ്വാമിജി, ഞങ്ങളുടെ 15 വയസ്സുള്ള മകൻ മരിച്ചുപോയി. 15 വയസ്സുള്ള മകൻ മരിച്ചുപോയി. എന്താണ് സംഭവിച്ചത് വാസ്തവത്തിൽ? എന്തുകൊണ്ടാണ് അവൻ ഇത്ര ചെറുപ്പത്തിൽ ഞങ്ങളെ വിട്ടുപോയത്? അവര് ചോദിച്ചു. സ്വാമിജി അതിന് മറുപടി പറഞ്ഞു. സ്വാമിജി ഗംഭീരമായ മറുപടിയാണ് പറയുന്നത്, പക്ഷെ ലളിതമായിട്ടാണ്. നോക്ക്, നമ്മളൊരു സിനിമാ തിയേറ്ററിൽ കയറി സിനിമ ആരംഭിച്ചു. സിനിമ ആരംഭിച്ചപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ഇത് ഞാൻ കണ്ട സിനിമയാണ്. നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് വേണമെങ്കിൽ അത് പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് വരാം, ഇന്റർവെല്ല് വരെ വേണമെങ്കിൽ ഇരിക്കാം. അതല്ലെങ്കിൽ ഇന്റർവെല്ലിന് മുമ്പ് തിരിച്ചിറങ്ങി പോരാം. അത് നമ്മുടെ ഇഷ്ടമാണ്. കണ്ട സിനിമ ഒരിക്കൽ കൂടി കാണണോ, പകുതി കാണണോ, എണീറ്റ് വരണോ, ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നമ്മുടെ ആരെങ്കിലുമൊക്കെ ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ 15 വർഷം കൊണ്ട് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ജീവിതത്തിന്റെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ആ ജീവിതത്തിലേക്ക് മാത്രം വേണ്ടിയുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ ഊഹിക്കാൻ പറ്റും? സ്വാമിജി തിരിച്ചു ചോദിച്ചു, ഈ 15 വർഷം കൊണ്ട് ആ ആത്മാവ് അനുഭവങ്ങൾ നേടിയിട്ടില്ല എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അനുഭവങ്ങൾ നേടിയ ഒരു ആത്മാവ് ചിലപ്പോൾ അടുത്ത തലത്തിലേക്ക് സഞ്ചരിക്കും. അത് ഒരു ദുരന്തമല്ല. ദുരന്തം കണ്ടു നിൽക്കുന്നവർക്കാണ് ദുരന്തം. ആത്മാവിനെ സംബന്ധിച്ച് അത് ദുരന്തമല്ല. അയാൾ അടുത്ത തലത്തിലേക്ക് യാത്ര ചെയ്യും. അയാൾ കണ്ട സിനിമയാണെന്ന് കണ്ടാൽ, അതല്ലെങ്കിൽ ആ സിനിമയിൽ താല്പര്യമില്ലെന്നറിഞ്ഞാൽ, അതുമല്ലെങ്കിൽ അയാൾ അവിടുന്ന് കിട്ടേണ്ട അനുഭവങ്ങൾ കിട്ടിയെന്നറിഞ്ഞാൽ. സ്വാമിജി വേറൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ അകത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പണം തരാനുള്ള ഒരാൾ പുറത്ത് വന്ന് നിന്ന് വിളിക്കുകയാണ്, എന്താ ഞാൻ പണപ്പെട്ടിയുമായിട്ട് വന്നിരിക്കുന്നു, ഒന്ന് ഇറങ്ങി വരുമോ എന്നൊരു മെസ്സേജ് കൊടുത്തയച്ചു. നിങ്ങൾ അവിടെ ഇരുന്ന് സിനിമ കാണുമോ, നിങ്ങൾക്ക് കിട്ടാനുള്ള പണം മേടിക്കാൻ പോവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജീവിതത്തിനേക്കാൾ പ്രധാനമായ മറ്റെന്തോ ഒന്ന് നേടാൻ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒരു ജീവൻ വേണമെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് അടുത്ത തലത്തിലേക്ക് പോകും. അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം അവിടെ ചെയ്യാനുണ്ട് ആ ജീവന്.
അതല്ലെങ്കിൽ ആ 15 വർഷത്തിനുള്ളിൽ ആ ജീവൻ ആ ജന്മത്തിൽ സംഭവിക്കേണ്ടതും ആർജിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള അനുഭവങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം അടുത്ത തലത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇനി സ്വാമിജി മൂന്നാമതൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി അങ്ങനെ എല്ലാവർക്കും പറ്റുമോ? പറ്റില്ല. എല്ലാ ആത്മാക്കൾക്കും അത് പറ്റില്ല. അങ്ങനെ സംഭവിക്കുന്നതിന് പുറകിൽ മറ്റൊരു രഹസ്യമുണ്ട്. ജീവിതത്തിന്റെ മറ്റൊരു രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ എത്ര കാറുകൾ വാങ്ങാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അത് പിന്നെ സ്വാമിജി ഞങ്ങൾക്കൊരു മാക്സിമം 1-2 കാറും കൂടെ വാങ്ങാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. ശരി, ഇനി ഇവിടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ധനികൻ എത്ര കാറ് വാങ്ങാൻ പറ്റും? അയാൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങാൻ പറ്റും. അയാളുടെ ഇഷ്ടം പോലെ പൈസയുണ്ട് സ്വാമിജി എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെയാണ് ധാരാളം പുണ്യം കൈവശമുള്ളവന് എത്ര ശരീരം വേണമെങ്കിലും എടുക്കാടോ. അദ്ദേഹത്തിന് 15 വർഷം കഴിഞ്ഞാൽ പുതിയൊരു ശരീരം എടുക്കാം. നിങ്ങൾ ഒരു കാറ് മേടിച്ച് 20, 25, 35 കൊല്ലം അത് ഓടിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഈ വേറെ പൈസ മേടിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നത്. കാശുള്ളവൻ 2 വർഷം കഴിയുമ്പോൾ അടുത്ത പുതിയ കാറ് വാങ്ങും. 2 വർഷത്തിൽ കൂടുതലൊന്നും അയാൾ ഓടിക്കില്ല. അതുപോലെ പുണ്യം കൈവശമുള്ള ഒരു ജീവൻ പെട്ടെന്ന് ശരീരം മാറാം. അത് അധിക പുണ്യത്തിന്റെ ഒരു ലക്ഷണമാണ്. അതൊരു ദുരന്തമായിട്ട് നോക്കി നിൽക്കുന്നവർക്കാണ് ദുരന്തം. കണ്ടു നിൽക്കുന്ന കഥയറിയാത്തവർക്കാണ് ദുരന്തം. പുറമേ നിന്ന് നോക്കുന്ന അജ്ഞാനികൾക്കാണ് അത് ദുരന്തം. ആ ആത്മാവിനെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ മൊത്തവും അറിയാവുന്ന ഒരു ജ്ഞാനിയെ സംബന്ധിച്ച്, ഒരു ജീവൻ മുക്തനെ സംബന്ധിച്ച് മരണം ഒരു ദുരന്തമല്ല. അടുത്ത തലത്തിലേക്കുള്ള അനിവാര്യമായ, അടിവരയിട്ട് പറയുന്നു, അനിവാര്യമായ യാത്രയാണത് മരണം എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ സെന്റിമെന്റ്സ് ഒന്നുമില്ല. സെന്റിമെന്റ്സ് വർക്ക് ചെയ്യേണ്ട കാര്യവുമില്ല. ഓരോ ഘട്ടത്തിലേക്കും നമ്മുടെ ഈ പുണ്യമുണ്ട്. നമ്മൾ പുതിയ ശരീരങ്ങൾ ആർജിക്കുന്നു. നമ്മൾ പെട്ടെന്ന് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. എത്തേണ്ടിടത്തേക്കുള്ള പ്രയാണമാണത്. അതൊരു ദുരന്തമല്ല. ഈ മറുപടി വളരെ ഗഹനമായ, കുറിക്കുകൊള്ളുന്ന മറുപടിയായിരുന്നു. ആരും പറഞ്ഞു കേൾക്കാത്തൊരു മറുപടിയാണ് ചിന്മയാനന്ദ സ്വാമികളോട് സംസാരിച്ചത്. ആ മറുപടിയിൽ ഈ ദമ്പതികളുടെ ദുഃഖം അവസാനിക്കുകയാണ് അവരുടെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ അവന് നന്ദി പറയുക, അവന് എല്ലാ ആശിസ്സുകളും നേരുക. അവൻ യാത്ര തുടരുകയാണ്. അവൻ പുണ്യമുള്ള ആത്മാവാണ്. അവൻ പുതിയ ശരീരം തേടി പോയിരിക്കുകയാണ്. അവൻ അനുഭവങ്ങൾ ആർജിച്ചു കഴിഞ്ഞു. അവൻ നന്ദി പറഞ്ഞ് തിരിഞ്ഞു നോക്കി നന്ദി പറഞ്ഞുകൊണ്ട്, തനിക്ക് ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് പോവുകയാണ് ആത്മാവ്. ആത്മാവിന് യാത്ര ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കും യാത്ര ചെയ്യേണ്ടതുണ്ട്. അത് പുണ്യം ചെയ്ത ആത്മാവാണ്. അവന് അനവധി ജന്മങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റും. പെട്ടെന്ന് കടന്നു പോകാൻ പറ്റും. അവൻ അത് സ്പീഡപ്പ് ചെയ്തതാണ് ആ യാത്ര. കൂടെ നിൽക്കുന്നവർക്ക് അത് ചിലപ്പോൾ വേദനാജനകമായിരിക്കും. പക്ഷെ അതിനാണ് ഇവിടെ തത്വചിന്തയുള്ളത്. അങ്ങനെ വേദനിക്കുന്ന മനുഷ്യരുടെ വേദന മാറ്റാനാണ് ഇവിടെ സത്യം ഉള്ളത്. സത്യം മനസ്സിലാക്കണം. നമ്മൾ അയാൾക്ക് എന്തെങ്കിലും ദുഃഖം, അതുകൊണ്ടാണ് മരിച്ചവരെ ഓർത്ത് കരയരുതെന്ന് പറയുന്നത്. കരച്ചിൽ നമ്മുടെ പെർസ്പെക്റ്റീവാണ്, നമ്മുടെ കാഴ്ചപ്പാടിലാണ് കരച്ചിലിന് അർത്ഥമുള്ളത്. അവരുടെ കാഴ്ചപ്പാടിൽ കരച്ചില് അർത്ഥശൂന്യമാണ്. നമ്മൾ അവരെ ഓർത്ത് കരയണമെന്ന് അവർക്ക് ഒരാഗ്രഹവും. നമ്മൾ അവരെ ഓർത്ത് കൃതജ്ഞതയോടെ ഓർക്കുവാണെങ്കിൽ, സ്നേഹത്തോടു കൂടി ഓർക്കുവാണെങ്കിൽ അതവർക്ക് വലിയ സന്തോഷമായിരിക്കും. ആത്മാക്കൾക്കും പിതൃക്കൾക്കും യാത്ര തുടരുന്നവർക്കുമെല്ലാം അത് വലിയ അനുഗ്രഹമായിരിക്കും. ഒരുപക്ഷെ അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിച്ച ഒരു ആത്മാവിനെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന കൃതജ്ഞത അവിടെ അദ്ദേഹത്തിന് കിട്ടും. ആ ജന്മം അദ്ദേഹത്തിന് നമ്മളുടെ ഈ കൃതജ്ഞത അവിടെ പോയി തട്ടിയിരിക്കും. നമ്മുടെ ഈ സ്നേഹം, നമ്മുടെ ഈ ആശിസ്സുകൾ, ഇതെല്ലാം അദ്ദേഹത്തിന് കിട്ടും തിരിച്ചും. അങ്ങനെ കിട്ടുമ്പോൾ അദ്ദേഹം എവിടുന്നാണ് ഇത് വരുന്നതെന്ന് അറിയാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് തിരികെ അത് പ്രതിസ്പന്ദിക്കും. നമ്മളുടെ കൃതജ്ഞത അവിടെ പോയി സ്പർശിക്കും. തിരിച്ച് പ്രതിസ്പന്ദിക്കുന്ന കൃതജ്ഞത നമ്മളിലേക്ക് തിരിച്ചു വരും. നമ്മൾ കൊടുത്തതിന്റെ നമ്മൾ എന്ത് കൊടുത്താലും കൊടുത്ത പോലെ അല്ല തിരിച്ചു വരിക. അത് ഓർത്തോളൂ. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ എന്ത് കൊടുത്താലും കൊടുത്ത പോലെ തിരിച്ചു വരില്ല. കൊടുത്തതിന്റെ പല മടങ്ങായിട്ട് തിരിച്ചു വരൂ. നല്ലതായാലും ചീത്തയായാലും കൊടുത്ത പോലെ തരുന്ന ഒരു കണക്കപ്പിള്ളയല്ല പ്രപഞ്ചം. വാരിക്കോരിത്തരും. നല്ലതായാലും ചീത്തയായാലും. അവിടെയാണ് നമ്മൾ പ്രശ്നം. നമ്മളിൽ നിന്ന് ഒരു ചീത്ത വാക്ക് പോയാൽ അത് ഈ ലോകം മുഴുവൻ കറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും 1 1000 ആയിട്ടുണ്ടാവും. നമ്മളിൽ നിന്ന് പോകുന്ന ഒരു
തെറ്റായി പോയ പാളിപ്പോയ വാക്കുകളോ പ്രവൃത്തികളോ നമ്മളിലേക്ക് തിരിച്ചു വന്നിരിക്കും. നല്ലതും നമ്മളിൽ നിന്ന് പോകുന്ന കൃതജ്ഞതകൾ, നമ്മളിൽ നിന്ന് പോകുന്ന ഫൊർഗീവ്നെസ്, ക്ഷമയുടെ വീജികൾ, സ്നേഹത്തിന്റെ വീജികൾ, കൃതജ്ഞതയുടെ വീജികൾ, ഒന്നിന് പകരം അത് 100ആയി നമ്മളിലേക്ക് മടങ്ങി വരും. അതാണ് ഇവിടുത്തെ നിയമം. അതിലംഘിക്കാൻ പറ്റാത്ത നിയമങ്ങളാണത്, നിയമാവലികളാണ്. അപ്പൊ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ഒന്നിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കളിയല്ല ഇത്. അങ്ങനെയല്ല ഇത് വിധാനം ചെയ്തിരിക്കുന്നത്. മരിച്ചുപോയ ഒരാളെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ദുഃഖം മാറ്റുക എന്നുള്ളത് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നതല്ല ഈ കളിക്കളം. മരിച്ചു പോയാൽ നമ്മൾ അതിന്റെ ശരിയായ തത്വം അറിഞ്ഞിട്ട് നമ്മുടെ ദുഃഖത്തെ നമ്മൾ മെരുക്കണം. പതുക്കെ പതുക്കെ തത്വം അറിഞ്ഞ് മെരുക്കണം. ആ പോയത് അനുഭവങ്ങൾ ആർജിച്ചിട്ടുള്ള പോക്കാകാം. സാധ്യതകളാണ് ഞാൻ പറയുന്നത്. 15 വയസ്സിൽ ഒരു കുഞ്ഞ് മരിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ വിട്ട് പിരിഞ്ഞാൽ അതിന്റെ സാധ്യതകൾ ഇതൊക്കെയാണ്. ഒന്നുകിൽ അയാൾ കണ്ട സിനിമയാണിത്, അതല്ലെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന അറിവുകൾ അയാൾ ഇവിടുന്ന് ഈ ജന്മത്തിൽ കിട്ടേണ്ടത് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ കൊടുത്തു കഴിഞ്ഞു സംസ്കാരം. നിങ്ങൾ ഒരു ജന്മം കൊണ്ട് കൊടുക്കേണ്ട സ്നേഹവും ഒരു ജന്മം കൊണ്ട് കൊടുക്കേണ്ട സംസ്കാരവും ചിലപ്പോൾ 15 വർഷം കൊണ്ട് അയാൾക്ക് കിട്ടിക്കാണും. അത് എടുത്തിട്ടുണ്ടാവും അയാൾ നിങ്ങളിൽ നിന്ന്. നിങ്ങളും അവരും തമ്മിലുള്ള കരാറ് തീർന്നു. കരാറ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അയാളെ വിളിക്കും. അടുത്ത തലത്തിലേക്ക് അയാൾക്ക് വിളി വരും. അപ്പോ ഉപബോധ മനസ്സാണ് തീരുമാനം എടുക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് എടുത്തു എന്നല്ല പറയണേ. 15 വയസ്സുള്ള ആ മകൻ എടുത്തു എന്നല്ല പറയുന്നത്. ഉപബോധ മനസ്സിൽ തീരുമാനം വരും. നെക്സ്റ്റ് അടുത്ത സ്റ്റേജ് നിർത്തിരും. അപ്പൊ അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആത്മാവിന് ഈ ഭൂമി വിട്ടു പോകാം. പുണ്യം കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാം. എത്ര ശരീരം വേണമെങ്കിലും കിട്ടും. കാശ് കയ്യിലുള്ളവന് എത്ര കാറ് വേണമെങ്കിലും വാങ്ങാം, ഹെലികോപ്റ്റർ വാങ്ങാം, കപ്പൽ വാങ്ങാം എന്ന് പറയുന്നത് പോലെ ധാരാളം പുണ്യം സമ്പാദിച്ച ഒരു ആത്മാവിന് ചിലപ്പം ദീർഘായുസിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ശരീരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതിന്റെ ഏറ്റവും നല്ല അവസ്ഥകളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വരും. അങ്ങനെയുള്ള നിയോഗമായിരിക്കും ആ ആത്മാവിന് പൂർത്തീകരിക്കാനുള്ളത്. നമുക്കറിയില്ലല്ലോ. ഓരോ മനുഷ്യനും വ്യത്യസ്തരല്ലേ, ഓരോ ആത്മാക്കളും വ്യത്യസ്തരാണ്. എത്തിച്ചേരുന്നത് വരെ നമ്മളെല്ലാം വേറെ വേറെ തന്നെയാണ്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട്, നിറയെ പുണ്യമുള്ളത് കൊണ്ടും അനുഭവങ്ങൾ പൂർത്തീകരിച്ചത് കൊണ്ടും ഇനി ഇവിടെ തുടർന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ ഡ്രാഗ് ചെയ്യലാണ്, വലിച്ചു നീട്ടലാണെന്ന് തോന്നിക്കഴിഞ്ഞാലും ഒക്കെ ഉപബോധ മനസ്സിനെ തീരുമാനം എടുക്കാൻ പറ്റും, അവസാനിപ്പിക്കാൻ പറ്റും. പരലോക നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാവുന്ന ഒരു പുസ്തകമാണ്. അമ്മ തന്റെ 2 മക്കളും മരിച്ചുപോയ ഒരു അമ്മയ്ക്കുണ്ടായ വെളിപാടുകളും തുടർന്ന് അവരെഴുതിയ പുസ്തകമാണിത്, പരലോക നിയമങ്ങൾ. തന്റെ 2 മക്കളും 30 വയസ്സുള്ള 29, 30 വയസ്സുള്ള 2 മക്കൾ കാർ ഓടിച്ചു പോകവേ കാർ ആക്സിഡന്റ് ഉണ്ടായി 2 മക്കളും മരിക്കുകയാണ്. അതോടുകൂടി അമ്മ ജീവിതം തന്നെ വെറുത്തുപോയി, ദൈവങ്ങളെ വെറുത്തുപോയി, തന്റെ ആരാധനാ രീതികളെ വെറുത്തുപോയി. അങ്ങനെ ജീവിക്കെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നു, ഒരു തിരിച്ചറിവ് കടന്നു വരുന്നു. മനുഷ്യരിലൂടെ അവരിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നു. ഈ മക്കളുടെ ആത്മാക്കളുമായിട്ട് ഇവർക്ക് സംവദിക്കാൻ സാധിക്കുന്നു. അത് അപൂർവമായിട്ടേ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുകയും വേണ്ട. ഇങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ അവർ രചിച്ച പുസ്തകമാണ് പരലോക നിയമങ്ങൾ. അതിൽ മരിച്ചു പോകുന്ന ആത്മാക്കളുടെ യാത്രകളും അവരുടെ പദ്ധതികളും നമുക്ക് മുമ്പിൽ അനാവൃതമാകുന്നു. ഒരു വിസ്മയമായ, വിചിത്രമായ ഒരു ലോകമാണത്. പക്ഷെ നമുക്ക് ആ അനുഭവങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ജീവിതത്തിന് സഹായിക്കുന്ന. ഇത് പരലോക നിയമങ്ങൾ എന്നാണ് പുസ്തകങ്ങളിൽ. ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കാണ് ആ നിയമങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മരണത്തെ ഭയക്കരുത്. അത് പറയാനാണ് ഞാൻ ഇത്രയും കഥകൾ പറഞ്ഞത്. മരണത്തെ ഭയക്കരുത്, മരണത്തിൽ ദുഃഖിക്കരുത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഉടനെ പിടിച്ചു കെട്ടിയ പോലെ ദുഃഖം നിർത്തണമെന്നല്ല പറയുന്നത്. തത്വം അറിഞ്ഞില്ലേ, ഇനി ദുഃഖിച്ച് പതുക്കെ 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 ശാന്തമാകും മനസ്സ്. നമ്മളിതിൽ നിന്നും മെല്ലെ പുറത്തു വരും. കൃതജ്ഞത കൊണ്ട് നിറയും, ആശിസ്സുകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് മനസ്സ് നിറയണം. ആ പോയ കുട്ടിക്ക് എല്ലാ ആശിസ്സുകളും അനുഗ്രഹങ്ങളും കൊടുക്കണം. തിരിച്ചും അത് വന്നുകൊണ്ടിരിക്കും. മരിച്ചുപോയവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാവോ? നമ്മുടെ സന്തോഷം. മരിച്ചുപോയവർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മളിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ.
ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ കരച്ചിൽ മാറ്റാൻ ആണ് ആ കുട്ടികളുടെ ആത്മാക്കൾ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത്. ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. അപ്പൊ നമ്മൾ ദുഃഖിക്കരുത്. നമ്മൾ ദുഃഖിക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് നമ്മളെ അറിയാൻ പറ്റും. നമ്മുടെ വികാരങ്ങളെ, വിചാരങ്ങളെ കാണാനും അറിയാനും പറ്റും. നമ്മുടെ ദുഃഖങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ സന്തോഷവും നമ്മുടെ കൃതജ്ഞതയും അവരുടെ തുടർന്നുള്ള യാത്രയ്ക്കുള്ള ആഡഡ് ഗുണങ്ങളായി ഭവിക്കും. സ്നേഹമാണ് ഈ ലോകം. നമ്മൾ ഈ സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ് കൃതജ്ഞത, അനുഗ്രഹം, കമ്പാഷൻ, എമ്പതി എന്നൊക്കെ പറയുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹം കൊണ്ടാണ് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോഡ് ഈസ് ലവ്. അപ്പൊ ആ സ്നേഹത്തിന്റെ മറ്റ് വർണ്ണരാജ്യങ്ങളിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ. കൃതജ്ഞതയിലൂടെ, സ്നേഹത്തിലൂടെ, ക്ഷമയിലൂടെ, അനുഗ്രഹങ്ങളിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ. നമുക്കൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ഏറ്റവും നല്ല അർത്ഥതലം എടുക്കാൻ ശ്രമിക്കണം. അത് കൊണ്ടുവരുന്ന പാഠങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മളെ തകർക്കാനോ നമ്മളെ നശിപ്പിക്കാനോ ഗൂഢാലോചന നടത്തുന്ന ഒരു സ്ഥലമല്ല ഈ പ്രപഞ്ചം, ഈ ലോകം. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയവർ, ഈ പ്രപഞ്ചത്തെ വിധാനം ചെയ്തവർ നമ്മുടെ ശത്രുക്കളല്ല. നമ്മളെ തകർക്കാൻ പ്രപഞ്ചത്തിന് ഒരു ഗൂഢാലോചനയുമില്ല. പകരം നമ്മുടെ ഏറ്റവും നല്ല പതിപ്പായി നമ്മളെ മാറ്റണം. നമ്മുടെ ഈ ജന്മം സഫലമാകണം. നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിയായി മാറണം. മനുഷ്യജന്മം കിട്ടിയ ഓരോ ആത്മാക്കളും പുണ്യം ചെയ്തവരാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ അവർക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹമേ പ്രപഞ്ചത്തിനുള്ളൂ. പ്രപഞ്ചം നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നില്ല. പ്രപഞ്ചം നമ്മളെ ഓടിച്ചിട്ട് വേട്ടയാടുന്നില്ല, പ്രതികാരം ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ കർമ്മം തിരിച്ചു വന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പുണ്യം കൊണ്ട് പുതിയൊരു തീരുമാനം നടപ്പിലാക്കി. അത്രമാത്രം. ഞാനിന്ന് 2 ശ്ലോകങ്ങൾ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ വിഷയം കുറച്ച് ജീവൻ മുക്തി എന്ന് പറയുന്ന ഈ ഒരു തലത്തെ കുറച്ച് അഗാധമായിട്ട് സ്പർശിക്കേണ്ടി വന്നപ്പോൾ ഇന്നത്തെ സമയം നമ്മളുടെ ഏകദേശം ആയിരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് ഇപ്പോൾ ഉടനെ തന്നെ പോകാതിരിക്കുകയാണ് നല്ലത്. കാര്യം അത് ഈ പറഞ്ഞതൊന്നുമല്ല ഇനി വരാൻ പോണത്. അപ്പൊ നമ്മൾ ഇപ്പോ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു അനുഭൂതിയിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ വ്യതിചലിച്ചു. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു അനുഭൂതിയിൽ തൽക്കാലം നിർത്താം. ഇനി നമുക്ക് ചർച്ചകൾക്കുള്ള സമയമാണ്. ചോദ്യോത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. നമ്മളുടെ അടുത്ത 2 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം.